നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. KFin ടെക്കിൻ്റെ IPOയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്നോളജി ഡ്രിവൻ ഫിനാൻഷ്യൽ സർവീസസ് പ്ലാറ്റ്ഫോമാണ് KFin ടെക് എന്ന് പറഞ്ഞാൽ. എല്ലാ പുതിയ ഇൻവെസ്റ്റേഴ്സിന് പോലും സുപരിചിതമായിട്ടുള്ള കമ്പനിയാണ്. കാരണം നമ്മളുടെ ഈ IPOകളുടെ പലതിൻ്റെയും രജിസ്ട്രാറാണ് ഈ KFin ടെക് എന്നുള്ള ഈ കമ്പനി. 1500 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അത് ഫുള്ളായിട്ടും ഓഫർ ഫോർ സെയിലാണ്. ഒറ്റ ഫ്രഷ് ഓഹരി പോലും ഇല്ല. ഡിസംബർ 19 മുതൽ 21 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു കമ്പനി ആയതുകൊണ്ട് ഇതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കണം. നമുക്കിനി ആ വീഡിയോയിലേക്ക് കടക്കാം. KFin ടെക് എന്ന ഈ കമ്പനി 2017 ഹൈദരാബാദിൽ തെലങ്കാനയിൽ ആണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഈ കമ്പനി 46 AMCകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രധാനപ്പെട്ട ടെക്നോളജി സൊല്യൂഷൻസിൻ്റെ പ്രൊവൈഡറാണ്. മാത്രമല്ല 600ഓളം ലിസ്റ്റഡ് കമ്പനികളുടെ അതുപോലെ തന്നെ 3000ഓളം അൺലിസ്റ്റഡ് കമ്പനികളുടെയും കോർപ്പറേറ്റ് രജിസ്ട്രാർ കൂടിയാണ് KFin ടെക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. നമ്മൾ തന്നെ ഇപ്പോൾ പ്രധാന IPOകളെല്ലാം പറയുമ്പോൾ അവസാനമായിട്ട് ഇതിൻ്റെ രജിസ്ട്രാർ KFin ടെക് ആണെന്ന് പറയാറുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ളൊരു കമ്പനിയാണല്ലോ. അപ്പോൾ അത് മാത്രമല്ല, നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൻ്റെ സെൻട്രൽ റെക്കോർഡ് കീപ്പിംഗ് ഏജൻസീസ് 2 എണ്ണമാണുള്ളത്. അതിൽ ഒന്നാണ് KFin ടെക് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയധികം പ്രധാനപ്പെട്ട ഈ കമ്പനി മലേഷ്യ, ഫിലിപ്പൈൻസ്, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിലെയും പല മ്യൂച്വൽ ഫണ്ടുകളുടെയും പ്രൈവറ്റ് റിട്ടയർമെൻറ്റ് സ്കീമുകളുടെയും ഒക്കെ സൊല്യൂഷൻ പ്രൊവൈഡർ കൂടിയാണ്. KFin ടെക്കിൻ്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് നമുക്ക് പ്രധാനമായിട്ട് 3 ആയിട്ട് തിരിക്കും. ഒന്ന് ഇൻവെസ്റ്റർ സൊല്യൂഷൻസ് ആണ്. ഇൻവെസ്റ്റർ സൊല്യൂഷൻസ് പറയുമ്പോൾ അക്കൗണ്ട് സെറ്റപ്പ്, ട്രാൻസാക്ഷൻ ഒറിജിനേഷൻ, റിഡംഷൻ, ബ്രോക്കറേജ് കാൽക്കുലേഷൻ, കംപ്ലയൻസ്, റിപ്പോർട്ടിംഗ്, റെക്കോർഡ് കീപ്പിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ സർവീസസ്, വെൽത്ത് മാനേജ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇൻവെസ്റ്റർ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. രണ്ടാമത്തെ ഇഷ്യൂവർ സൊല്യൂഷൻസ് ആണ്. ഇഷ്യൂവർ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോളിയോ ക്രിയേഷൻസ് ആൻഡ് മെയിൻ്റനൻസ്, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ഫോർ IPO, FPO, അതുപോലെ കോർപ്പറേറ്റ് ആക്ഷൻ പ്രോസസ്സിംഗ് ഉണ്ട്. പിന്നെ കംപ്ലയൻസ്, റിപ്പോർട്ടിംഗ്, റെക്കോർഡ് കീപ്പിംഗ്, MIS, വെർച്വൽ വോട്ടിംഗ്, പിന്നെ EAGM, വാലറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഇഷ്യൂവർ സൊല്യൂഷൻസ് എന്നുള്ള കാറ്റഗറിയിലാണ്. പിന്നെ വരുന്നത് ഗ്ലോബൽ ബിസിനസ് ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് സർവീസസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ലീഗൽ സർവീസസ്, ട്രാൻസ്ഫർ ഏജൻസി, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഈ IPO മുഴുവനായിട്ടും ഓഫർ ഫോർ സെയിലാണെന്ന് നമ്മൾ പറഞ്ഞു. 1500 കോടി രൂപ റേസ് ചെയ്യുന്നത് പ്രൊമോട്ടറാണ്. ജനറൽ അറ്റ്ലാന്റിക് സിംഗപ്പൂർ ഫണ്ട് PTE ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയാണ് ഇതിൻ്റെ പ്രൊമോട്ടർ. അവരുടെ കൈവശം 74.37% ഓഹരികളാണ് ഇഷ്യൂവിന് തൊട്ട് മുമ്പ് കൈവശമുള്ളത്. അതിപ്പോൾ ഇഷ്യൂ കഴിയുമ്പോൾ 71.74% ആയിട്ട് കുറയും. KFin ടെക് ഇന്ത്യക്ക് പുറമെ ഹോങ്കോങ്, മലേഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ അവരുടെ സർവീസസ് നൽകുന്നുണ്ട്, ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് നോക്കാം. റവന്യൂ 2019 162.4 കോടിയായിരുന്നു. അത് അടുത്ത വർഷമായപ്പോഴേക്കും 449.9 കോടിയായിട്ട് ഉയരുകയാണ് ചെയ്തത്. അടുത്ത വർഷം വീണ്ടും ഉയർന്ന് 451.1 എന്നുള്ള ലെവലിലേക്ക് വർദ്ധിച്ചു. തൊട്ടടുത്ത വർഷം 2022 458.7 ആയിട്ട് ആദ്യത്തെ 9 മാസം കൊണ്ട് വളർച്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ എക്സ്പെൻസ് കോളമാണ് ഈ കാണുന്നത്. നെറ്റ് ഇൻകം നോക്കാം നമുക്ക്. കമ്പനിയുടെ അറ്റാദായം നോക്കുകയാണെങ്കിൽ 2019 9.2 കോടിയാണ് 2019. അടുത്ത വർഷം 3.8 കോടിയായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. 2021 ആയപ്പോൾ അറ്റാദായത്തിൽ വല്ലാത്തൊരു ഇടിവാണ് കാണുന്നത്. നെറ്റ് ലോസാണ്. 64.4 കോടി നഷ്ടമാണ് കമ്പനി കാണിക്കുന്നത്. അടുത്ത 2022 ഡിസംബർ വരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ കമ്പനി വീണ്ടും അത് മറികടന്നിട്ടുണ്ട്. 97.7 കോടി ലാഭത്തിലേക്ക് കമ്പനി വീണ്ടും എത്തിച്ചേർന്നതായിട്ടാണ് കാണുന്നത്.
ഇനി മാർജിൻസ് നോക്കുകയാണെങ്കിൽ മാർജിൻ പെർസെൻറ്റേജ് 5.7 ആണ് 2019, തൊട്ടടുത്ത വർഷം 0.8% ആണ്. ഇത് വീണ്ടും 2021 13.1% ആണ്, സോറി 13.4% ആണ് കാണുന്നത്. അതിൻ്റെ അടുത്ത വർഷം 21.3% ആണ് കമ്പനിയുടെ മാർജിൻ പെർസെൻറ്റേജ് കാണുന്നത്. അപ്പോൾ ഇത് വളരെ എടുത്ത് കാണേണ്ടതാണ്. 2021 കമ്പനിക്ക് അറ്റാദായത്തിൽ വലിയൊരു ഇടിവ് 64.4 കോടിയുടെ ഇടിവുണ്ടായിട്ടുണ്ട്. അത് വീണ്ടും പെട്ടെന്ന് തന്നെ കമ്പനി അത് റിക്കൂപ്പ് ചെയ്തിട്ടുണ്ട്, അത് മറികടന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഏറ്റവും പുതിയ വാല്യുവേഷൻസ് നോക്കുകയാണ്. EPS 6.34, പി റേഷ്യോ ലഭ്യമായിട്ടില്ല, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 16.56%, ബുക്ക് വാല്യൂ 35.21 എന്നാണ് കാണുന്നത്. കമ്പനിയുടെ രജിസ്ട്രാർ KFin ടെക്നോളജീസിൻ്റെ ഇഷ്യൂ വരുന്ന സമയത്ത് അവരുടെ രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യുന്ന ബിഗ് ഷെയർ സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ ലീഡ് മാനേജേഴ്സ് ICICI സെക്യൂരിറ്റീസ്, കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, പിന്നെ JP മോർഗൻ ഉണ്ട്, IIFL സെക്യൂരിറ്റീസ് ഉണ്ട്, ജെഫ്രീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ഇതിൻ്റെ ലീഡ് മാനേജറാണ്. ഇനി KFin ടെക്കിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഡിസംബർ 19 മുതൽ 21 വരെയാണ് ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 347 മുതൽ 366 വരെയാണ് പ്രൈസ് ബാൻഡ്. ഫ്രഷ് ഇഷ്യൂ ഒന്നും തന്നെ ഇല്ല, എല്ലാം ഓഫർ ഫോർ സെയിലാണ്. 1500 കോടി രൂപയ്ക്കുള്ളത്. അപ്പോൾ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് 1500 കോടി രൂപയാണ്. ഇത് മിനിമം റീറ്റെയിലേഴ്സ് അപ്ലൈ ചെയ്യാവുന്നത് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 40 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ 520 ഓഹരി വരെ മാക്സിമം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ 10 രൂപയാണ്. പിന്നെ ഇത് ഇടയ്ക്കൊരു ലോസ് വന്ന കമ്പനി ആയതുകൊണ്ട് 10% മാത്രമേ റീറ്റെയിലേഴ്സിന് അനുവദിച്ചിട്ടുള്ളൂ. സെബി ടോട്ടൽ ഇഷ്യൂവിൻ്റെ 10% ആണ്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡേറ്റുകളൊന്ന് പരിശോധിക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് ഡിസംബർ 26 ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. റീഫണ്ട് വരുന്നത് അതിൻ്റെ അടുത്ത ദിവസം 27 ഡിമാറ്റിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്നത് 28 ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ഡിസംബർ 29 ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം തോന്നുന്നവരോട് പറയാനുള്ള, ഇതൊരു അത്ര വലിയ ഹൈ പ്രൈസ് ആയിട്ട് വന്നിട്ട് മറ്റു പല IPOകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ കുറവുള്ള ഒരു കമ്പനിയാണ് KFin ടെക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റിംഗ് ഗെയിനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും മിഡ് ടൈം ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് വളരെ മികച്ചത് തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. KFin ടെക്കിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾ തരിക, കമൻറ്റുകൾ ഇടാനും മടിക്കരുത്. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.